വലിയ ഉപവാസക്കാലത്തെ 16-ാമത്തെ ദിവസമാണിത്. ഓരോ ദിവസത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്, അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഓരോ ദിവസത്തെയും ചിന്തകൾ നമ്മെ വലിയ നോമ്പിൻ്റെ ആഴത്തിലേക്ക് നമ്മെ നയിക്കുന്നു. ഈ ദിവസങ്ങളിലെ നമ്മുടെ ചിന്ത ഈശോ പഠിപ്പിച്ച സ്നേഹമെന്ന ദൈവിക യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. ഒരുപക്ഷെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ എഴുതപ്പെട്ടിരിക്കുന്നതും ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നതും സ്നേഹം എന്ന വലിയ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. എല്ലാ മതനേതാക്കന്മാരും സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈശോ സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഒന്നാമത്തേത് പരിപൂർണ സ്നേഹത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുക. രണ്ടാമത്തേത് അത് വെറും പഠനം മാത്രമായിരുന്നില്ല, അത് ജീവിതം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു. കർത്താവിനോട് ചോദിച്ചല്ലോ, ഏറ്റവും പ്രധാന കൽപ്പന ഏതാണ് എന്ന ചോദ്യത്തിന് ഈശോ നിയമാവർത്തന പുസ്തകം 6-ാമത്തെ അധ്യായം ഉദ്ധരിച്ചുകൊണ്ടാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 12-ാം അധ്യായത്തിൽ സംസാരിക്കുക. ഒന്നാമത്തേത്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അതിനു തുല്യമായതാണ് രണ്ടാമത്തേത്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നത്. അതാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 12-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്. ഈ വാക്യത്തിൽ 2 സംശയമുണ്ടല്ലോ. ഒന്ന്, ആരാണ് അയൽക്കാരൻ? നല്ല സമരായൻ്റെ ഉപമയിലൂടെ ആരാണ് നല്ല അയൽക്കാരനെന്ന് ഈശോ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. രണ്ടാമത്തേത്, അന്നും ഇന്നും എന്നും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താണ് സ്നേഹം? കർത്താവ് അത് പഠിപ്പിക്കാൻ മാത്രമല്ല ശ്രമിച്ചത്, തന്നെ ശ്രവിച്ച ജനത്തിന് തൻ്റെ ജീവിതമാണ് സ്നേഹമെന്ന് ഈശോ കാട്ടിക്കൊടുത്തു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായം 13-ാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, സഹോദരന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന്. അത് തൻ്റെ ജീവിതം കൊണ്ട് അത് പ്രാവർത്തികമാക്കി നമുക്ക് വേണ്ടി ജീവൻ ബലി കഴിച്ച് സ്നേഹം എന്താണ് എന്ന് നമുക്ക് കാട്ടിത്തന്നു. കുരിശാണ് സ്നേഹം, കുരിശിലെ ബലിയാണ് സ്നേഹത്തിൻ്റെ പരിപൂർണത എന്നാണ് അവിടുന്ന് നമുക്ക് കാട്ടിത്തന്നത്. അതാണ് നിലയ്ക്കാത്ത നൽകൽ, ഒന്നും സ്വന്തമായി സൂക്ഷിച്ചു വയ്ക്കാത്ത നൽകൽ. സ്വാർത്ഥത നിറഞ്ഞ് നിൽക്കുന്ന ഹൃദയത്തിലേക്കാണ് കർത്താവ് ഈ വെളിച്ചം പകർന്ന് തരുവാനായിട്ട് ശ്രമിക്കുന്നത്. ഈ പരിപൂർണ സ്നേഹം സഹോദരനെ നമ്മെപ്പോലെ തന്നെ സ്നേഹിക്കേണ്ടതിൻ്റെ 4 തലങ്ങളെക്കുറിച്ച് ദൈവശാസ്ത്രജ്ഞനായ VP അമ്പൂരി, തോമസ് വള്ളിയാനിപ്പുറം 4 സുവിശേഷ വാക്യങ്ങൾ തന്നെ എടുത്തു കാണിച്ച് നമ്മെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. പരിപൂർണ സ്നേഹം അഭ്യസിക്കുന്നതിന് 4 തലങ്ങൾ. ഒന്നാമത്തേത്, വലത് കരണത്തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക. അതായത് എത്ര വലിയ ദ്രോഹം അനുഭവിക്കേണ്ടി വന്നാലും ദ്രോഹിയോട് പൂർണ്ണമായി ക്ഷമിക്കണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. സാധാരണയായി അടിക്കുന്നത് വലത് കൈ കൊണ്ടാണ്. വലത് കൈ കൊണ്ടടിച്ചാൽ ഇടത് ചെകിട്ടത്താണ് അടിക്കുക. എന്നാൽ കൈ തിരിച്ചു പിടിച്ച് മറ്റൊരാളിൻ്റെ വലത് കരണത്തടിക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര ഹീനമായ ഒരു പ്രവൃത്തി വേറെയില്ല. അത് ശാരീരികമായ ഒരു പീഡനം മാത്രമല്ല, അതൊരു അവഹേളനം കൂടിയാണ്. ഈശോയുടെ ദർശനത്തിൽ അവഹേളനപരമായ കുറ്റം ചെയ്ത എതിരാളിയോട് നിരുപാധികം പൊറുക്കണമെന്ന് മാത്രമല്ല, മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കത്തക്ക വിധം സഹന മനോഭാവം പുലർത്തണം. പരിപൂർണ സ്നേഹം അഭ്യസിക്കാനുള്ള അപ്രായോഗികമെന്ന് തോന്നാവുന്ന ആദ്യത്തെ സുവിശേഷവാക്യം ഇതാണ്. രണ്ടാമത്തേത്, നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്ക് കൂടി കൊടുക്കുക എന്നതാണ്. കോടതി വ്യവഹാരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈശോ സംസാരിക്കുക. ഈശോയുടെ കാഴ്ചപ്പാടിൽ ഉടുപ്പ് മാത്രമല്ല, മേലങ്ക് കൂടി പ്രതിയോഗിക്ക് വിട്ടുകൊടുക്കണമെന്ന സൗമനസ്യം പ്രകടിപ്പിക്കുന്നതാണ് പരിപൂർണ സ്നേഹം. പഴയ നിയമത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ, നിയമാവർത്തന പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, മേലങ്ക് പണയം വെച്ചിട്ടുണ്ടെങ്കിൽ
അത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് സൂര്യാസ്തമയത്തിന് മുമ്പ് തിരിച്ചു കൊടുക്കണമെന്നാണ് മോശയുടെ നിയമം. ദരിദ്രന് രാത്രിയിൽ പുതയ്ക്കാനുള്ള ഏക വസ്ത്രമാണ് മേലങ്കി. അതൊരാൾക്ക് അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട വസ്തുവാണ്. അത് അവൻ്റെ അവകാശമാണ്. ഉടുപ്പ് ചോദിക്കുന്നവന് അത്യാവശ്യ വസ്തുക്കൾ പോലും വിട്ടുകൊടുക്കത്തക്ക ഔദാര്യമാണ് പരിപൂർണ സ്നേഹമെന്ന് ഈശോയാണ് പഠിപ്പിക്കുക. മൂന്നാമത്തെ തലം, 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് 2 മൈൽ ദൂരം പോവുക. അതായത് ആവശ്യപ്പെടുന്നതിൽ കൂടുതൽ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ തയ്യാറാവുക എന്നതാണ്. 1 മൈലിന് പകരം 2 മൈൽ ശത്രു ചുമലിലേറ്റിയ ഭാരവും വഹിച്ച് നടക്കണം. ശത്രുവിന് പോലും ആവശ്യപ്പെടുന്നതിലും അധികം സേവനം ചെയ്തു കൊടുക്കുന്നതാണ് പരിപൂർണമായ സ്നേഹം എന്ന് പറയുക. 4-മത്തതും കർത്താവിൻ്റെ പഠനത്തിൽ നിന്ന് മാത്രം ഉള്ള വാക്യമാണ്. ചോദിക്കുന്നവന് കൊടുക്കുക. വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. ഇതിന് സമാനമായി ലൂക്കായുടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണല്ലോ: തിരിച്ചു കിട്ടും എന്ന് കരുതി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുക. അതിലെന്തർത്ഥമാണുള്ളത്? തിരിച്ചടയ്ക്കലോ പ്രതിഫലമോ പ്രതീക്ഷിക്കാതെ തങ്ങൾക്കുള്ളവ ആവശ്യക്കാർക്ക് നൽകുന്നതാണ് പരിപൂർണമായ സ്നേഹം. ഈശോ പഠിപ്പിച്ചത് ഇതാണ്, പരിപൂർണമായ സ്നേഹം. അർഹിക്കുന്നത് കൊടുക്കുന്നത് നീതിയാണ്. അനർഹമായത് ഹൃദയനിറവിൽ നിന്ന് പങ്കിടുന്നതാണ്, നൽകുന്നതാണ് സ്നേഹം. കണ്ടറിഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അതാണ് കർത്താവ് പഠിപ്പിച്ചത്. അതാണ് പരിപൂർണ സ്നേഹം. നല്ല മനുഷ്യനെ സ്നേഹിക്കുന്നവരുണ്ടാകാം. കർത്താവാകട്ടെ നാം പാപികളായിരുന്നിട്ടും നമ്മെ സ്നേഹിച്ചു. യോഹന്നാൻ ശ്ലീഹ പറയുന്നു, നാം ദൈവത്തെ സ്നേഹിക്കുന്നതിന് മുമ്പേ ദൈവം നമ്മെ സ്നേഹിച്ചു എന്നതിലാണ് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആധിക്യവും മൂല്യവും അടങ്ങിയിരിക്കുക. ലേഖനത്തിലെ 1-ാം ലേഖനത്തിലെ 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ആരും സ്നേഹിക്കാനും അംഗീകരിക്കാനും ഇല്ലാത്തവരെ സ്നേഹിക്കുമ്പോഴാണ് അത് യഥാർത്ഥ സ്നേഹമാകുന്നത്. അതാണ് അത്ഭുതകരമായ സ്നേഹം. അതാണ് അംഗീകരിക്കപ്പെടുന്നത്. മദർ തെരേസയുടെ ജീവിതം ഇതിൻ്റെ ഉദാഹരണമാണല്ലോ. സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് കടക്കാൻ, അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞതുപോലെ ആഴത്തിലേക്ക് കടക്കാൻ നമുക്കൊരുപക്ഷെ സാധിച്ചില്ലെങ്കിൽ അംഗീകാരത്തിൻ്റെ ചവിട്ടുപടിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. മറ്റുള്ളവരെ ആയിരിക്കുന്ന സ്ഥിതിയിൽ അംഗീകരിക്കാം. അതുകൊണ്ടാണ് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത്. നമ്മെ അംഗീകരിച്ചു, പാപികളായി അംഗീകരിച്ച്, കഴിവുള്ളവനായി കണ്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാൻ അവിടെ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. അവിടുത്തെ സ്നേഹത്തിൽ നിന്ന് ചൈതന്യം സ്വീകരിച്ച് പരിപൂർണ സ്നേഹം അഭ്യസിക്കാൻ നമുക്ക് കഴിവുള്ളവരാകാം. അതിന് പരിപൂർണ സ്നേഹത്തിൻ്റെ പ്രകടനമായ കുരിശിൽ ബലിയർപ്പിക്കുന്ന ഈശോയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ പ്രകടമാക്കിയ, നീ നിൻ്റെ ജീവിതം കൊണ്ട് ഞങ്ങൾക്ക് മുഴുവനായി കാട്ടിത്തന്ന സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് കടക്കാൻ എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് സാധിക്കട്ടെ. അതിനുള്ള അനുഗ്രഹത്തിനായിട്ട് നീ എന്നെ സഹായിക്കണമേ.